ഗൂഢമായ വനസ്ഥലിക്ക് നടുവിലെ നാഗക്ഷേത്രം. രാജരാജേശ്വരൻ കയ്യിലണിഞ്ഞ ദിവ്യസർപ്പം വിരാജിക്കുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയ കാവ്. നാഗം മുഖ്യ പ്രതിഷ്ഠയായുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ കയ്യത്ത് നാഗക്ഷേത്രത്തിൽ ധനുമാസത്തിലെ ആയില്യ മഹോത്സവം നടന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളിലൊന്നായ കയ്യത്ത് നാഗമാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായ കാവ്. 16 ഏക്കറിലധികം വരുന്ന കാവാണിത്. കാലം മാറുമ്പോഴും ഗ്രാമീണ കാഴ്ചകൾ അതേപടി നിലനിർത്തുകയാണ് ഇവിടെ. വള്ളിക്കെട്ടുകളും കൂറ്റൻ വൃക്ഷങ്ങളും നിറഞ്ഞ ഗൂഢമായ ഒരു വനസ്ഥലിക്ക് നടുവിൽ ഒരു ക്ഷേത്രം. നാഗരാജാവും കുഴിനാഗവും ക്ഷേത്രത്തിനകത്തും വനത്തിനു നടുവിൽ പാടിക്കുന്നിലപ്പനും പ്രതിഷ്ഠ. സാക്ഷാൽ രാജരാജേശ്വരന്റെ കയ്യിൽ ആഭരണമായി അണിഞ്ഞിരുന്ന ദിവ്യസർപ്പം തന്നെയാണത്രേ കയ്യത്ത് സ്വയം നാഗസാന്നിധ്യമായി വിരാജിക്കുന്നത്. രാജരാജേശ്വരന്റെ കയ്യിൽ ആഭരണമായി ധരിച്ച സർപ്പങ്ങളിലൊന്ന് ഇവിടെ ഊർന്നു വീണുവെന്നും അത് ഇവിടുത്തെ സ്വയംഭൂ സർപ്പ സാന്നിധ്യമായി പരിണമിച്ചുവെന്നുമാണ് ഐതിഹ്യം. രാജരാജേശ്വരന്റെ കയ്യെത്തും ദൂരത്താണ് ഇതെന്നതുകൊണ്ട് ആ പേര് വന്നുവെന്നും ഐതിഹ്യമുണ്ട്. അതിവിശിഷ്ടമായ സർപ്പാരാധനാ കേന്ദ്രമാണ് കയ്യത്ത് നാഗം. സർപ്പബലി, നൂറും പാലും, മുട്ട സമർപ്പണം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ധനുമാസത്തിലെ ആയില്യം നാളാണ് കയ്യത്ത് നാഗത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിനമായി കണക്കാക്കുന്നത്. തിങ്കളാഴ്ചയാണ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം നടന്നത്. കയ്യത്ത് നാഗക്ഷേത്ര മേൽശാന്തി ഹരിജയൻ നമ്പൂതിരിയുടെയും PK കൃഷ്ണൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് പൂജകൾ നടന്നത്. ആയില്യം ദിവസത്തെ സർപ്പബലി ഏറെ വിശേഷപ്പെട്ടതാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് ആയില്യ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. കുംഭത്തിലെ ആയില്യവും ഇവിടെ ഏറെ പ്രധാനമാണ്. പുരാതന കാലത്ത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് നിത്യനിവേദ്യത്തിനുള്ള അരി എത്തിച്ചിരുന്നത് കയ്യത്തു നിന്നായിരുന്നു. ആ സ്മരണയിൽ ഇന്നും എല്ലാ സംക്രമ നാളിലും കയ്യത്തുനിന്ന് പരമ്പരാഗതമായ രീതിയിൽ തലച്ചുമടായി തളിപ്പറമ്പിലേക്ക് അരി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതും പതിവാണ്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ദൈവികത കുടിയിരിക്കുന്ന ഈ കാനന ക്ഷേത്രം സർപ്പദോഷ ഭീതികളകറ്റാനും ശാന്തി തേടിയും ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഇടമാണ്.